Okay, I know it's a different setting. ഞാൻ എൻ്റെ ചാനലിൽ യൂഷ്വലി ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വീഡിയോ അല്ല. ഇന്ന് we have a Q&A. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സ്റ്റേ അലോങ്. കാരണം ഞാൻ അധികം അങ്ങനെ പേഴ്സണൽ ടോക്സ് നടത്തുന്ന ഒരു ചാനലല്ല. ഐ എം കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഫാഷൻ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പം ഇന്ന് ഏതായാലും ഒന്ന് Q&A ആയിക്കോട്ടെ എന്ന് ഓർത്തു. സോ ഒത്തിരി ഇൻട്രോയിൽ ഞാൻ ഒത്തിരി സംസാരിച്ച് സമയം നീട്ടുന്നില്ല ബിക്കോസ് ഓബ്വിയസ്ലി ഐ ഡു ഹാവ് എ ലോട്ട് ടു ടോക്ക്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ഓൺ സിമിലർ ലൈൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ചായിരിക്കും കേട്ടോ ആൻസർ ഷെയർ ചെയ്യുന്നത്. സോ ദാറ്റ് യു നോ ദ വീഡിയോ ഡസൻ ഗെറ്റ് ലോങ് ആൻഡ് ബോറിംഗ്. ഓക്കെ, സോ ഫസ്റ്റ് അപ്പ് വിൽ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. എൻ്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു എൻ്റെ സംസാരത്തിന് ഒരു വള്ളുവനാടൻ ശൈലി ഉണ്ടത്. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. ബിക്കോസ് എൻ്റെ നാട് എറണാകുളമാണ്, തൃപ്പൂണിത്തറയാണ് എൻ്റെ വീട്. അവിടെ നിന്നാണ് മിക്ക വീഡിയോസും ഈയിടെയായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിടുന്നത് ബിക്കോസ് ഓഫ് ഖാമി. കാരണം ഖാമിയുടെ ബേസ് അല്ലെങ്കിൽ ഒരു കുട്ടി ഓഫീസ് എന്നൊക്കെ പറയുന്നത് എൻ്റെ വീട്ടിലാണ്, തൃപ്പൂണിത്തറയാണ്. സോ അവിടെ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് ഐ മാരീഡ് ടു കോട്ടയം. കോട്ടയത്ത് പാലായിലാണ്. പാലായിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ ഈ വള്ളുവനാടൻ ശൈലി വന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. മേ ബി ബിക്കോസ് ഞാൻ ഇടപെട്ടിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ടാവാം. കാരണം എൻ്റെ സ്കൂളിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഹൈദരാബാദിലായിരുന്നു. ആൻഡ് ദെൻ ഐ ഗോട്ട് ബാക്ക് ടു കൊച്ചി ആൻഡ് ഹൈദരാബാദിൽ തന്നെ 2-3 സ്കൂളൊക്കെ മാറി പഠിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പപ്പയ്ക്ക് എപ്പോഴും ട്രാൻസ്ഫർ കിട്ടുന്നൊരു ജോബായിരുന്നു, അതുകൊണ്ടാണ്. ആൻഡ് വി thoroughly enjoyed that phase. കാരണം ഐ തിങ്ക് ഒരു 5-6 സ്കൂൾ നമ്മൾ മാറി പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എവറി അതർ അക്കാഡമിക് ഇയർ നമ്മളിങ്ങനെ സ്കൂൾ മാറുകയായിരുന്നു പരിപാടി. അപ്പം ദാറ്റ് വാസ് അബൌട്ട് സ്കൂളിംഗ്. കോളേജ് നോക്കുകയാണെങ്കിൽ ഞാൻ BRക്ക് പഠിച്ചത് TKM കൊല്ലത്തായിരുന്നു. ആൻഡ് പ്ലാനിങ് PG ചെയ്തത് urban പ്ലാനിങ്ങിലാണ്. അത് ചെയ്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, CET ട്രിവാൻഡ്രം. സോ കൊല്ലം ആൻഡ് ട്രിവാൻഡ്രം ആയിരുന്നു എൻ്റെ കോളേജ്. സ്കൂളിംഗ് വാസ് ഇൻ ഹൈദരാബാദ് ആൻഡ് കൊച്ചി. അപ്പം എങ്ങനെയാണ് ഈ വള്ളുവനാടൻ ശൈലി വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇടപെട്ടിട്ടുള്ള ആൾക്കാരങ്ങനെ ആയതുകൊണ്ടാവാം. ബട്ട് എനിവേസ് ദാറ്റ് എക്സ്പ്ലെയിൻസ് മൈ സ്ഥലം. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ഗോട്ട് ദി ആൻസർ. പിന്നെ കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ഞാൻ NIT കാലിക്കറ്റിൽ ഗസ്റ്റ് ലെക്ചററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ആർക്കിടെക്ചർ സ്റ്റുഡൻസ്, ഓഫ് കോഴ്സ് BRക്കിന്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നു. ആൻഡ് ടച്ച് വുഡ്, ഐ എം thoroughly enjoying this phase. പിന്നെ എൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 നവംബറിൽ I turned 30. ഓക്കെ, പിന്നെ കുറച്ച് പേര് എന്നോട് വ്ളോഗ്സ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെയിലി റൂട്ടീനൊക്കെ ഷെയർ ചെയ്യാമോ എന്നുള്ളത്. ഓക്കെ, ഞാനൊരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാമേ. എനിക്ക് ഈ ചാനലിൽ അറൗണ്ട് 300-500 സബ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിറ്ററലി എന്നും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നു. ആരും പോയി നോക്കണ്ട, അതൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല ചാനലിൽ. ഞാൻ അതൊക്കെ ഹൈഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ റീസണാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഓക്കെ, സോ ദ തിങ് ഈസ്, ഇങ്ങനെ ഞാൻ വളരെ ഹാപ്പിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ യൂസ് ടു ഹാവ് എ പ്രിറ്റി ഡീസെൻറ്റ് വ്യൂവർ ബേസ്. അത് എൻജോയ് ചെയ്യുന്ന 1-2 നെഗറ്റീവ് കമൻറ്റ് അവിടെ ഇവിടെ വന്നാലേ, അല്ലാതെ എനിക്ക് അങ്ങനെ നെഗറ്റിവിറ്റി ഇല്ലായിരുന്നു. ടച്ച് വുഡ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു എൻ്റെ ഒരു വളരെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് എൻ്റെ വീട്ടിൽ വരികയും ആളിങ്ങനെ ആൾ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ എവിടെയോ ട്രിപ്പിന് പോയിരുന്ന ഒരു ഷോർട്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷീ സെഡ് ഇങ്ങനെ ഈ സ്ഥലത്ത് അവിടെ പോകുമ്പോൾ ഇന്ന സ്ഥലങ്ങളൊക്കെ കാണായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഫുഡ് പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് എന്നോട് ഇങ്ങോട്ട് സജഷൻ ഷെയർ ചെയ്തു. ആൻഡ് ഷീ മെന്റ് ദാറ്റ് ഇൻ എ വെരി ഗുഡ് വേ, ഇൻ എ ഗുഡ് സെൻസ്. ബട്ട് വാട്ട് സ്ട്രക്ക് മീ വാസ്, ഈ ഡിസ്റ്റൻറ്റ് റിലേറ്റീവിന് എന്നെപ്പറ്റി ഒന്നും അറിയില്ല. ആസ് ഇൻ ഇപ്പം ലൈഫിൽ അങ്ങനെ അത്ര ക്ലോസ് ഫസ്റ്റ് കസിൻ ഒന്നും അല്ല. ബട്ട് ഈവൻ ഷീ അണ്ടർസ്റ്റുഡ് ഞാൻ ഇവിടെയാണ് പോയത്, ഞാൻ ഇന്ന ഫുഡാണ് കഴിച്ചത് എന്ന് വരെ ഷീ അണ്ടർസ്റ്റുഡ് ബിക്കോസ് ഓഫ് മൈ ഷോർട്സ്. അതെനിക്ക് കുറച്ച് സ്കെയറി ആയിരുന്നു. കാരണം അപ്പോഴാണ് ഓക്കെ, ഐ നോ സോഷ്യൽ മീഡിയ ആണ്, ഇതാണ് കോണ്ടന്റ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും എനിക്കത് കുറച്ച് സ്കെയറി ആയിട്ട് ഫീൽ ചെയ്തതും ദ റിയലൈസേഷൻ ഹിറ്റ് മീ ഹാർഡ് ദെൻ. ഞാൻ എവിടെ പോണു, എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു എന്നൊക്കെയുള്ള റെഗുലർ അപ്ഡേറ്റ്സ് ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. ആൻഡ് നോട്ട് ദാറ്റ് എവ്രി വൺ ടേക്സ് ദാറ്റ് ഇൻ എ ബാഡ് സെൻസ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെട്ടാലോ എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നത് എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ആ ഷോർട്സ് ഒക്കെ ഹൈഡാക്കി. ഓക്കെ, ഇതിൽ 100 പേർക്ക് 100 ഒപ്പീനിയൻസ് ഉണ്ടാവാം. ബട്ട് ടു മീ പേഴ്സണലി ദാറ്റ് ഐ ഫെൽറ്റ് എ ലിറ്റിൽ സ്കെയറി. honestly I felt that to be scary. അങ്ങനെ ഒരു റെഗുലർ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത് ഐ നോ ഓക്കെ സോഷ്യൽ മീഡിയ ആണ്, ഇതാണ് കോണ്ടന്റ്. ബട്ട് നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത് ദാറ്റ് സോഷ്യൽ മീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് കാണിക്കുന്നത് മാത്രമല്ല കോണ്ടന്റ്. വി ഹാവ് ലോട്ട്സ് ഓഫ് അതർ കോണ്ടന്റ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, വളരെ പ്രൊഡക്റ്റീവായിട്ടും കോണ്ടന്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ പേഴ്സണൽ ലൈഫ് ഷെയർ ചെയ്യാതെ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ അങ്ങ് ഇതാക്കി, ഹൈഡാക്കി. ആൻഡ് പ്ലീസ്
പ്ലീസ് ഡോണ്ട് ഫീൽ ഒഫൻഡഡ്. ഓക്കെ, ഞാനിത് ഐ യൂസ് ടു ഹാവ് എ ഗുഡ് വ്യൂവർഷിപ്പ്. ആ ഒരു സമയത്ത് ആ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഐ എം വെരി താങ്ക്ഫുൾ. അന്ന് കണ്ടുകൊണ്ടിരുന്ന പലരും ഇപ്പോഴും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളാരും മോശക്കാരാണെന്നൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്കത് കുറച്ച് എന്താ പറയുക, ഒന്ന് ഇതായിപ്പോയി. ഞാൻ കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്ത് ചിന്തിച്ചു ആ ദിവസം ഇത് വേണോ എന്നുള്ളത്. ആൻഡ് ഡെയിലി റൂട്ടീൻ ഷെയർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നും റെഗുലർ അപ്ഡേറ്റ്സ് ഇടുന്നതിലും നല്ലത് വൺസ് ഇൻ എ വൈൽ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിടുന്നത് ഐ തിങ്ക് ഇസ് എ ഗുഡ് ഐഡിയ. ദാറ്റ്സ് എ ഗുഡ് സജഷൻ ആക്ച്വലി. ഇപ്പം ഖാമിയൊക്കെ തുടങ്ങിയ പിന്നെ മൈ ലൈഫ് ഇസ് എ ലിറ്റിൽ ഹാപ്പനിങ്. അതിന് മുന്നേ ഒന്നുമില്ല. ഞാൻ വീഡിയോസ് എടുക്കുന്നു, അത് എന്നും ഓൺ ലൂപ്പ് നടക്കുകയാണ്. അത് കാണിച്ചാൽ നിങ്ങളും ബോറടിക്കും. പക്ഷെ ഇന്ന് ഇപ്പോൾ ദർ സംതിങ് ആൻഡ് ഓൾ ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് മേ ബി വെരി സൂൺ ഒരു ദിവസം ഞാനൊരു ഡെയിലി റൂട്ടീൻ ഒരു കുട്ടി വ്ളോഗ് ഞാൻ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം റാദർ ദാൻ ഡെയിലി വ്ളോഗ്സ്. ഐ തിങ്ക് അവിടെ ഇവിടെയും ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ മേ ബി വെൻ ഐ എം ട്രാവലിംഗ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് മേ ബി അങ്ങനെയും വ്ളോഗ്സ് ഇടാമെന്ന് ഞാൻ ആലോചിക്കും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ചോദിച്ചിട്ടുണ്ട്, ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. നൗ ഇൻസൈഡ് ഇന്ത്യ ഇറ്റ് ഹാസ് ടു ബി ചെട്ടിനാട്. ചെട്ടിനാട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ. ഇറ്റ്സ് സച്ച് എ ഡ്രീമി പ്ലേസ്. സത്യം പറയാമല്ലോ, അവിടുത്തെ ഓരോ സ്ട്രീറ്റും നമുക്കൊരു നല്ല ഫ്രെയിമാണ്. ഫോട്ടോസ് എടുക്കാൻ അടിപൊളിയാണ്. പിന്നെ നോട്ട് ജസ്റ്റ് ഫോട്ടോസ്, അവിടുത്തെ മൊത്തത്തിലുള്ള വൈബ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി ഡ്രീമി. നമ്മൾ നിന്നത് ചിദംബർ വിലാസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലായിരുന്നു. ഇറ്റ് ഇസ് സോ ഡ്രീമി. ഇൻ കേസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ വീഡിയോ ചെയ്തത് കൊണ്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയല്ല, ജെനുവിൻലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഗിവൺ എ ചാൻസ് ഞാൻ വീണ്ടും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലവും ചെട്ടിനാടാണ്. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ഞാൻ ആകെ കൂടെ പോയിരിക്കുന്നത് മാൾഡീവ്സ് ആണ്. അത് വീവ് ബീൻ ദർ അറൗണ്ട് 3 times. ഇനിയും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, നമ്മളങ്ങനെ ഒരു ടൂറിസ്റ്റ് അല്ല. അതായത് എല്ലായിടത്തും പോകുമ്പം എല്ലാ സ്ഥലങ്ങളും പോയി കാണണം, എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യണം, അങ്ങനത്തെ ആൾക്കാരല്ല. നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ വി ജസ്റ്റ് ലവ് ടു ചിൽ ആൻഡ് റിലാക്സ്. ചിൽ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ ഓടി നടന്ന സ്ഥലം കാണുക അതൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. അതുകൊണ്ട് മാൾഡീവ്സ് ഇസ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഞങ്ങളെ പോലത്തെ ലേസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഹോളിഡേ സ്പോട്ടാണ് മാൾഡീവ്സ്. അവിടെ ജസ്റ്റ് ഒരു റിസോർട്ടിൽ പോവുക, ചില്ല് ചെയ്യുക, പൂളിൽ കിടക്കുക, ബീച്ചിൽ കിടക്കുക, അതൊക്കെ തന്നെ. ആകെ ഇഷ്ടമല്ലാത്ത കാര്യം ടാൻ ആവുന്നു എന്നുള്ളതാണ്. ബട്ട് ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ് because the memories are worth it. Okay, I have such brilliant audience. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ബീങ് എ പാർട്ട് ഓഫ് സോഷ്യൽ മീഡിയ ഹൗ ഡു യു ഡീൽ വിത്ത് നെഗറ്റിവിറ്റി എന്നുള്ളത്. ഐ തിങ്ക് ദാറ്റ് സച്ച് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇന്നത്തെ കാലത്ത് യൂട്യൂബ് ഇതുണ്ടാവണം, ചാനൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായാൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഇൻ സം വേ ഓർ ദി അതർ. ഓൾ ഓഫ് us ആർ. വാട്സാപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ ഇടുന്നത് തൊട്ട് ഇൻസ്റ്റയിലും FBയിലും ഈവൻ വാട്സാപ്പിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്നത് വരെ വി ആർ ഓൾ a part of social media and we are all constantly judged. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. നമ്മളെല്ലാവരും ജഡ്ജിനേക്കാളും എനിക്ക് തോന്നുന്നു ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു സാരി ഉടുത്ത് എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു, ആ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അത് കാണുന്ന 100 പേർക്ക് 100 ഒപ്പീനിയൻസ് ആയിരിക്കും. ചിലർക്ക് നന്നായിട്ടുണ്ട് എന്ന് തോന്നും, ചിലർക്ക് ഇത് മോശമാണെന്ന് തോന്നും, ചിലർക്ക് അയ്യേ ഇതെന്താ ഇങ്ങനെ, അങ്ങനെ പല ഒപ്പീനിയൻസ് വരാം. അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. യു ക്യാൻ ഹാവ് യുവർ ഒപ്പീനിയൻ, ലൈക്ക് അൺടിൽ ദെൻ ഇറ്റ് ഇസ് ഫൈൻ. അതായത് ബിക്കോസ് അത് നമ്മളെല്ലാവരും മനുഷ്യജീവികളാണ്, ദൈവം നമുക്ക് ചിന്താശേഷി തന്നിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ ഹാവ് ഒപ്പീനിയൻ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. അതിൽ ഒരു തെറ്റുമില്ല. ആ ഒരു ഭാഗം വരെ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇതിന് ശേഷം അങ്ങോട്ട് മുമ്പോട്ടുള്ളതാണ് കുറച്ച് ട്രിക്കി ആവുന്നത്. ചില ആൾക്കാർ ഒപ്പീനിയൻസ് ദേ വിൽ കീപ്പ് ഇറ്റ് ടു ദംസെൽവ്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും പോയി എൻ്റെ ഒരു ഒപ്പീനിയൻ, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ, ആ പറഞ്ഞ ആൾക്ക് കോൺഫ്ലിക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ ഞാൻ ഒരിക്കലും പോയി ഷെയർ ചെയ്യില്ല. ബിക്കോസ് എനിക്കറിയില്ല അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരിക്കും എന്നുള്ളത്. ടേക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഇട്ടു പോയി, പക്ഷെ അത് വായിക്കുന്ന ആൾക്ക് എന്താണ്, അയാൾ ചിലപ്പോൾ ലോ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. സോ എൻ്റെ ഒരു കമൻറ്റ് കാരണം ഇറ്റ് മൈറ്റ് എഫക്റ്റ് ഹിം ഓർ ഹർ. സോ വൈ ആ ഒരു തലവേദന എന്തിനാ? അവിടെ ഐ കീപ് മൈ ഒപ്പീനിയൻ ടു മൈ സെൽഫ്. പക്ഷേ എൻ്റെ ഒരു ക്ലോസ് സർക്കിൾ, എൻ്റെ അമ്മ, മദർ ഇൻ ലോ, അവരൊക്കെ എന്നോട് ചോദിക്കുകയാണ്, എടാ ഇത് ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതിങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം മോശമായിരിക്കണം എന്നാൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ അതും എൻ്റെ ക്ലോസ് സർക്കിളിൽ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ അമ്മ, മദർ ഇൻ ലോ ആൻഡ് മൈ 2 or 3 ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ഞാൻ പറയാറില്ല.
ബട്ട് ചില ആൾക്കാർ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാറുണ്ട്, പബ്ലിക്കായിട്ടും അവർ ഷെയർ ചെയ്യാറുണ്ട്. ബട്ട് ഹിയേഴ്സ് വാട്ട് മാറ്റേഴ്സ്. നമ്മൾ ആ ഒപ്പീനിയൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ അപ്പുറത്തെ ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണെന്നുള്ളത് വി ഡോണ്ട് നോ. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പുറത്തെ ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. ടേക്ക് ഫോർ എക്സാമ്പിൾ, ചിലപ്പം ഭയങ്കര സങ്കടമായിട്ട് ലോ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ പറയുന്നത് അയ്യേ ഇത് എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മളൊരു കമൻറ്റ് വായിക്കുമ്പം അയാൾക്ക് കുറച്ചുകൂടെ ലോ ആവത്തേ ഉള്ളൂ. ഐ നോ സോഷ്യൽ മീഡിയ ആണ്, ആർക്കും എന്തും പറയാം. പക്ഷേ ആസ് ഹ്യൂമൻ ബീയിങ്സ്, ഐ തിങ്ക് ആസ് റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീയിങ്സ് വി ക്യാൻ ബി എ ലിറ്റിൽ എംപത്തറ്റിക്. മറ്റൊരാളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം. പക്ഷേ കുറച്ച് ലൈറ്റായിട്ട് അത്ര ഹേർട്ട്ഫുൾ ആവാത്ത രീതിയിൽ ഒപ്പീനിയൻസ് ഷെയർ ചെയ്താൽ നന്നായേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പറഞ്ഞപോലെ എൻ്റെ ഒപ്പീനിയൻ അതാണ്. ആൻഡ് ഹൗ ഐ ഡീൽ വിത്ത് ഇറ്റ്, ഐ ഓണസ്റ്റ്ലി ഡോണ്ട് ഡീൽ വിത്ത് ഇറ്റ്, ഐ ജസ്റ്റ് ലീവ് ഇറ്റ്. അത്രയും നാസ്റ്റി കോമൻസ് എനിക്ക് ടച്ച് വുഡ് വന്നിട്ടില്ല. പിന്നെ 1-2 പേര് എൻ്റെ സംസാര ശൈലിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതും ജെന്യുവൻ ആണെങ്കിൽ ഞാൻ വളരെ ഇതായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർ വളരെ ക്രിട്ടിക്കൽ, ലൈക്ക് അടിപൊളിയായിട്ട് ക്രിറ്റിസിസം പറയുന്ന ആൾക്കാരുണ്ട് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. ഐ റെസ്പെക്ട് ദം അലോട്ട്. അതല്ലാതെ വെറുതെ കുറ്റം പറയാനായിട്ട് പറഞ്ഞിട്ട് പോകുന്ന അത് സ്ത്രീകളാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ച് ഐ വാസ് ടേക്കൺ എ ബാക്ക്. പുരുഷന്മാരോ ആണുങ്ങളോ അല്ല, സ്ത്രീകളാണ് കമൻറ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് അക്കൗണ്ടിൻ്റെ പേര് കാണുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ സംസാര ശൈലിയൊക്കെ കുറ്റം പറഞ്ഞിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതൊക്കെ അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, അതൊക്കെ അവരുടെ രീതിയാണ് കാണിക്കുന്നത്. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. സോ പോസിറ്റീവ് ക്രിറ്റിസിസം ഞാൻ എടുക്കും, അല്ലാത്തത് ഐ ജസ്റ്റ് leave it. Okay, time for another interesting question. What is something about you that social media doesn't know എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ലോട്ട്സ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് ഐ ഡോണ്ട് പുട്ട് മൈസെൽഫ് ഔട്ട് ദെയർ എ ലോട്ട്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ആണല്ലോ ഞാൻ ചെയ്യുന്നത്. എടുത്തു പറയാനാണെങ്കിൽ കഴിഞ്ഞ വർഷം, ഇപ്പം എനിക്ക് ഓർമ്മ വന്നതാണ്, കഴിഞ്ഞ വർഷം ഈ ഒരു സമയം 2025 മാർച്ച് മുന്നേ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലെ ഏറ്റവും ലോവസ്റ്റ് ഞാൻ നിന്ന ഒരു സമയമായിരുന്നു, ഡ്യൂ ടു വേരിയസ് റീസൺസ്. അന്നത്തെ വീഡിയോസ് ഞാൻ പലതും ഷൂട്ട് ചെയ്തത് ഒരു ബ്രേക്ക് ഡൗണിന് ശേഷമാണ്. അതായത് ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ചിലപ്പം കരഞ്ഞിട്ട് മുഖമൊക്കെ കഴുകി പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് ചിരിച്ചുകൊണ്ട് വന്നിരുന്ന് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നൗ വെൻ ഐ ലുക്ക് ബാക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ചില ഈ പറഞ്ഞ പോലെ വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, നമുക്ക് ഇത്ര വീഡിയോസ് ഇടണം എന്നുണ്ടാവും. അപ്പോൾ അതിലൊന്നും എനിക്കൊന്നും because this is my bread and butter. എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. So even if I'm having a rough day, I'll put myself out there. ചിരിച്ചോണ്ട് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് സംതിങ് സോഷ്യൽ മീഡിയ ഡസൻറ്റ് നോ. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ ഭയങ്കര പ്രൗഡാട്ടോ അതിനെപ്പറ്റി. ഞാൻ ആ ഒരു ഫേസ് കടന്നു വന്നപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണേ. നമുക്കൊരു റോക്ക് ബോട്ടം എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എവിടെ നിന്നോ ഒരു ശക്തി കിട്ടും. പിന്നെ പറഞ്ഞിട്ടുണ്ട്, ആൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, ആൻഡ് വാസ് ദർ എവർ എ മൊമെൻറ്റ് യു ഫെൽറ്റ് ലൈക്ക് ക്വിറ്റിംഗ് കോണ്ടന്റ് ക്രിയേഷൻ, വാട്ട് മെയ്ഡ് യു കണ്ടിന്യൂ? എന്നെ അങ്ങനെ ക്വിറ്റ് ചെയ്യാനും മാത്രം ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് എന്നെ ആ ഒരു ലോ ഫേസ് ചെയ്ത് കയറാൻ എന്നെ സഹായിച്ചത് സോഷ്യൽ മീഡിയ ആണ്. ഈ പറഞ്ഞ പോലെ ഓൾ ദ ലവ്ലി പോസിറ്റീവ് കോമൻറ്റ്സ്. നെഗറ്റീവ് കോമൻറ്റ്സ് 1-2 ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഞാൻ മൈൻഡാക്കാറില്ല. പക്ഷേ അല്ലാതെ നിങ്ങളുടെ സപ്പോർട്ടീവായിട്ടുള്ള കോമൻറ്റ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നെ നേരിട്ട് കാണാത്തവരും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒത്തിരി പോസിറ്റിവിറ്റി തന്നത് എൻ്റെ ലൈഫിൽ. അപ്പം സോഷ്യൽ മീഡിയ ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത് റാദർ ദാൻ ക്വിറ്റിംഗ്. ഓക്കെ, ആൻഡ് ആൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് മേക്സ് യു സ്മൈൽ എന്നുള്ളത്. ഓണസ്റ്റ്ലി ഞാൻ വളരെ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോ എനിക്കങ്ങനെ വലിയ സംഭവങ്ങൾ വേണം എന്നാലേ ഞാൻ ഹാപ്പി ആവത്തുള്ളൂ എന്നൊന്നുമില്ല. സിമ്പിൾ, ഇറ്റ് കുഡ് ബി ആസ് സിമ്പിൾ ആസ് വാച്ചിങ് എ റീൽ. ഇപ്പം ഓഫ് ലേറ്റ് എൻ്റെ ലേറ്റസ്റ്റ് ഒബ്സെഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ്സിൻ്റെ ക്യൂട്ട് വീഡിയോസ് ഉണ്ടാവില്ല, പപ്പീസിൻ്റെ ഒക്കെ, അതൊക്കെ എനിക്ക് കണ്ടാൽ ഭയങ്കരമായിട്ട് എവിടുന്നോ ഇല്ലാത്തൊരു സന്തോഷം എനിക്ക് വരാറുണ്ട്. ബിക്കോസ് ഈവൻ ഐ ഹാവ് എ പെറ്റ് ഡോഗ്. സോ അത്
ദാറ്റ് സംതിങ് ദാറ്റ് മേക്സ് മീ സ്മൈൽ. ഓക്കെ, പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കാണിക്കുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെ ത്രിഫ്റ്റ് ചെയ്തുകൂടെ, ലൈക്ക് ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്നുള്ളത്. ആൻഡ് ഐ ജെനുവലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ ബിക്കോസ് ഞാൻ എൻ്റെ ചാനലിൽ പ്രൈമറിലി ചെയ്യുന്നത് ഹോൾ വീഡിയോസ് ആണ്. സോ ഒരു നോർമൽ ആളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതിനേക്കാളും ഔട്ട്ഫിറ്റ്സിൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്ക് ഉണ്ടാവാം, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി നോർമൽ. നൗ ഹിയേഴ്സ് ദ ട്രൂത്ത്. ആക്ച്വലി ഞാൻ മുന്നത്തെ Q&Aയിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ലൈക്ക് സ്പെസിഫിക്കലി ഹോൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്സ് ആണ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ലേറ്റർ ഓൺ ഞാൻ കുറച്ചധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് തുണികൾ മേടിച്ച് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത്. ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം നമ്മളെ ഏജൻസീസും അതേപോലെ തന്നെ ബ്രാൻഡ്സ് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹിയേഴ്സ് ദ ക്യാച്ച്, അവർ പെയ്ഡ് പാർട്ട്ണർഷിപ്പിനോ പെയ്ഡ് പ്രൊമോഷനോ ഒന്നും വേണ്ടി അല്ല അപ്രോച്ച് ചെയ്യുന്നത്. വാട്ട് ദേ വിൽ ഹെൽപ്പ് അസ് ഇസ് വിത്ത് റിട്ടേൺസ്. ഓക്കെ, അതായത് അൺലിമിറ്റഡ് റിട്ടേൺ എന്നുള്ളത് ഒരു മിത്താണ്. ഇപ്പോഴും പല ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ 10 ഡ്രസ്സ് വാങ്ങുന്നു 10 ഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, വിച്ച് ഇസ് നോട്ട്, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് നോർമൽ. അങ്ങനെ അൺലിമിറ്റഡ് റിട്ടേൺസ് എവിടെയും പറ്റില്ല, ഏത് ആപ്പ് എടുത്താലും പറ്റില്ല. അതുകൊണ്ട് ബ്രാൻഡ്സ് അവർ തന്നെ നമ്മളെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ദാറ്റ്സ് കോൾഡ് സോഴ്സിങ്. അവർക്ക് സോഴ്സ് ചെയ്യാൻ പറ്റും നമുക്ക് ഔട്ട്ഫിറ്റ്സ്, ഇത്രയും ഔട്ട്ഫിറ്റ്സ് ഇത്ര വീഡിയോ, ദിൽ ജസ്റ്റ് ഗിവ് യു കുറച്ച് ഔട്ട്ഫിറ്റ്സ് ചെയ്യോ, ഒരു വീഡിയോ 1-2 വീഡിയോസ് ചെയ്യോ, അത്രേ ഉള്ളൂ. നമുക്ക് എന്താ ഓണസ്റ്റ് ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം. അവരുടെ അപ്രൂവലിൻ്റെ ഒന്നും ആവശ്യമില്ല. വാട്ട് ദേ ഹെൽപ്പ് us വിത്ത് ഇസ് ആക്ച്വലി റിട്ടേൺ. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ പുറത്തൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് സ്വെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇരുന്ന് പറയുമ്പോൾ കുറച്ചധികം നേരം നമ്മൾ ഇടുമ്പോൾ പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. സോ അത് പൈസ കൊടുത്ത് നമ്മുടെ കയ്യിൽ അങ്ങനെ കുറച്ചധികം ഔട്ട്ഫിറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. എസ്പെഷ്യലി സമ്മർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചധികം. പിന്നെ അത് കൂടാതെ നമ്മൾ സോഴ്സിങ് മാത്രമല്ല, അതല്ലാതെയും ഔട്ട്ഫിറ്റ്സ് മേടിക്കാറുണ്ട് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ചില ബ്രാൻഡ്സിൻ്റെ ആഫ്റ്റർ വാഷ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തൊരു 50-50 ആണ്. ഐ കീപ്പ് ഇറ്റ് വിത്ത് മീ. അങ്ങനെയുള്ള ഡ്രസ്സസും കുറച്ചധികമാണ് എൻ്റെ കയ്യിലുള്ളത്, എനിക്കറിയാം. അത് ഞാനിപ്പോൾ ത്രിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇത് ശരിക്കും അർഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അർഹിക്കുന്ന ഇൻ ദ സെൻസ് അവർക്കിത് ഒട്ടും തുണികൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. I'm not sure if you are aware of that. I'm sure കുറച്ച് പേരെങ്കിലും അവെയർ ആയിരിക്കും. അങ്ങനെയുള്ളവരിലേക്കാണ് ഞാൻ ഈ തുണി എത്തിക്കുന്നത്. കാരണം എനിക്ക് ഫോർ ദ പേർപ്പസ് ഓഫ് മണി ഇതൊന്ന് ത്രിഫ്റ്റിലിട്ട് വിൽക്കുക, ഓഫ്കോഴ്സ് ലാഭം അതായിരിക്കും, ഐ നോ ദാറ്റ്. പക്ഷേ എന്നിരുന്നാലും ഏർണിംഗ് പർപ്പസിന് ഐ ഹാവ് യൂട്യൂബ് ഓർ ഇപ്പം ബിസിനസ് ഉണ്ട്, ദൈവം സഹായിച്ച്. അപ്പോൾ ഇത് ശരിക്കും ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ തുണി കിട്ടുന്നത് ഭയങ്കര സഹായമാണ്. അങ്ങനെയുള്ളവരിലേക്ക് ഞാനിത് എത്തിക്കുന്നുണ്ട്. അത് എങ്ങനെ, ആര്, അതൊരു വീഡിയോ ഒന്നും ചെയ്തിടാൻ എനിക്ക് ഓണസ്റ്റ്ലി താല്പര്യമില്ല. കാരണം അത് അവർക്ക് മേടിക്കുന്നവർക്ക് അതൊരു ഇൻസൾട്ട് അല്ലേ സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്തത്. സോ തൽക്കാലം ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ ഇതാണ്. പിന്നീട് ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ പെയ്ഡ് കൊലാബറേഷൻസ് ആൻഡ് പാർട്ട്ണർഷിപ്സ് എന്നുള്ളത്. ഓണസ്റ്റ്ലി ദാറ്റ്സ് സച്ച് എ ട്രിക്കി ക്വസ്റ്റ്യൻ, ബട്ട് ഹിയേഴ്സ് മൈ ടേക്ക് ഓൺ ദാറ്റ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടക്ക സമയത്തുണ്ടല്ലോ, നമ്മുടെ ഒരു ഉള്ളി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ് റവന്യൂ ആണ്. അതായത് ആഡ് പ്ലേ ചെയ്ത് കിട്ടുന്ന amount ഓഫ് മണി. അത് മോണിറ്റൈസ് ആയിട്ട്, ഇപ്പം എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ ഒബ്വിയസ്ലി കുറച്ച് മാസങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം എൻ്റെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8,000 രൂപയാണ്. 8,000 rupees ആണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ. ഓക്കെ, വിച്ച് ഇസ് ഒരു ഗുഡാണ്. ബട്ട് ഒരു ഫുൾ മന്ത് ബ്രെഡ് ആൻഡ് ബട്ടർ ആക്കാനും മാത്രമുള്ള എമൗണ്ട് അല്ല അത്, ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി. അപ്പോൾ കുറച്ച് കഴിയുമ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കയറുമ്പോഴത്തേനും ബ്രാൻഡ്സ് നമ്മളെ അപ്രോച്ച് ചെയ്ത് തുടങ്ങും. കൂടുതലും ഇന്ത്യയിൽ നമ്മളുടെ ഇതുപോലത്തെ ഈ ഫാഷൻ കാറ്റഗറിയിലും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കാറ്റഗറിയിലും വീഡിയോസൊക്കെ ചെയ്യുന്നവരെ അപ്രോച്ച് ചെയ്യുന്നത് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ബ്രാൻഡ്സ് ആയിരിക്കും. ക്ലോതിങ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ആണ് കൂടുതലും. ഇപ്പം എന്നെ അറ്റ്ലീസ്റ്റ് അപ്രോച്ച് ചെയ്തേക്കുന്നത് ഫോർ പെയ്ഡ് കൊലാബറേഷൻ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ബ്രാൻഡ്സ് ആണ്. അത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 രീതിയിലാണ് കൊലാബറേഷൻസ് വരുന്നത്. ഒന്നെങ്കിൽ ബാർട്ടർ ആവാം. ബാർട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ അവർ തരുന്നു, നമുക്ക് എന്താ ഒപ്പീനിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം. അത് ലിപ്സ്റ്റിക്സ് ആവാം, ഐ ഷാഡോ ആവാം, എന്തും ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ്. അത് ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ ബാർട്ടർ കൊലാബറേഷൻസ് നടക്കാറുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പെയ്ഡ് കൊലാബറേഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർ നമുക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി, പൈസ തരുവാണ് അല്ലേ. അതുകൊണ്ട് അവരുടെ രീതിയിൽ നമ്മൾ ആ വീഡിയോ ചിലപ്പോൾ ചെയ്തിടേണ്ടി വരും. അറ്റ്ലീസ്റ്റ് എന്നെ അപ്രോച്ച് ചെയ്ത ബ്രാൻഡ്സ് ദേ വർ വെരി പെർട്ടിക്കുലർ. ഞാനത് ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. കാരണം when it comes to skin care and makeup, I feel നമ്മൾ
റെസ്പോൺസിബിൾ ആണ്. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാൻ ഒബ്വിയസ്ലി ഒരു സമയം വേണ്ടി വരുമല്ലോ, ഒരു 10-20 ദിവസം വേണമല്ലോ ഒന്ന് ട്രൈ ചെയ്തു എങ്ങനെ അറ്റ്ലീസ്റ്റ് റിയാക്ഷൻ ഉണ്ടോ എന്ന് അറിയാനെങ്കിലും 2 ആഴ്ച വേണമല്ലോ. എനിക്ക് ആ ഒരു സമയം പോലും തരാത്ത ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. മേ ബി ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, മേ ബി ബിക്കോസ് ഐ വാസ് എ സ്മോൾ ക്രിയേറ്റർ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. എന്നിരുന്നാലും അതൊരു മോശം ഇതല്ലേ, എനിക്കതൊട്ടും എത്തിക്കലായിട്ട് ഫീൽ ചെയ്തില്ല. ബിക്കോസ് വിത്തിൻ 2 days അവർക്കൊരു വീഡിയോ ലൈവ് ആകണമായിരുന്നു ആൻഡ് നല്ലൊരു എമൗണ്ട് ഓഫ് മണി ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബ് ഷോർട്സിന് വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ഐ സെഡ് നോ. കാരണം അവർ പറയുന്നത് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഷീ വാസ് ലൈക്ക് ഡോണ്ട് വെറി, വിൽ ഗിവ് യു എ സ്ക്രിപ്റ്റ്, അത് പറഞ്ഞാൽ മതി. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. അത് അന്നും ഇന്നും എപ്പോഴും അങ്ങനെയായിരിക്കും. വെൻ ഇറ്റ് കംസ് ടു സ്കിൻ കെയർ, നമ്മൾ ആസ് ക്രിയേറ്റേഴ്സ് ഐ ഫീൽ വി ആർ വെരി റെസ്പോൺസിബിൾ. നമ്മുടെ ഒരു അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്കിന്നിൽ അത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നെങ്കിലും ഓണസ്റ്റായിട്ട് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ വട്ട് എവർ ഹെഫ്റ്റി എമൗണ്ട് ഇറ്റ് ഇസ്, ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ഞാൻ ഉപയോഗിക്കാത്ത ഒരു സാധനത്തിനാണ്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് ഫ്ലോപ്പായ ഒരു സാധനത്തിനാണെങ്കിൽ ഞാൻ എടുക്കില്ല. അത് എൻ്റെ ഒരു ടേക്കാണ്. ഇനിയിപ്പോൾ ഞാൻ ഉപയോഗിച്ച ഒരു സാധനമാണ്, ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസർ ഉണ്ട്, ഡ്യൂ എന്ന് പറഞ്ഞൊരു മോയ്സ്ചറൈസർ ഉണ്ട്, ബ്യൂട്ടി ഓഫ് ജോസ് എന്ന സൺസ്ക്രീൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അക്വലോജിക്കയുടെ ഒരു സൺസ്ക്രീൻ ഉണ്ട്, ഇതൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യുന്നതാണ്. ഈ പ്രോഡക്ട്സിനൊക്കെ അവർ എൻ്റെ അടുത്ത് പെയ്ഡ് പ്രൊമോഷനായിട്ട് വരികയാണെങ്കിൽ ഐ മൈറ്റ് ടേക്ക് ഇറ്റ് ആസ് വെൽ, ബിക്കോസ് എനിക്കറിയാം അത് നല്ലതാണ് എന്നുള്ളത്. പിന്നെ നിങ്ങളോട് തന്നെ ഞാൻ ഒത്തിരി തവണ വളരെ ഓപ്പണായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ ക്യാൻ ബി ട്രാൻസ്പെറൻറ്റ്. ഐ എം സോ സോറി, ഐ ക്യാൻ ബി ട്രാൻസ്പെറൻറ്റ് വിത്ത് യു ഓൾ അല്ലേ. അപ്പം അങ്ങനെയുള്ളതിൽ പെയ്ഡ് പ്രൊമോഷൻ എടുക്കുന്നതിൽ തെറ്റില്ല. ബിക്കോസ് ഒരു ചാനൽ നിലനിൽക്കണമെങ്കിൽ ഇപ്പം ലൈറ്റിങ്ങും സെറ്റപ്പും ഫോണും മൈക്കും എല്ലാം വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം റവന്യൂ ഇസ് പ്രിറ്റി ലോ. പക്ഷേ എത്തിക്കലായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ കുറേ പേര് നമ്മളുടെ ബ്രാൻഡ് സ്റ്റോറി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഒന്ന് ക്രിസ്പാക്കി പറയുകയാണെങ്കിൽ 2024 നമുക്ക് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള തോട്ട് വന്നത്. ആൻഡ് ഇറ്റ് ഗോട്ട് പ്രിറ്റി സീരിയസ് ടുവേർഡ്സ് ദ ബിഗിനിങ് ഓഫ് 2025. അപ്പം 2025 മിഡ്, അതൊരു മേയോടെ നമുക്ക് ട്രാവൽ ചെയ്യാം, സെല്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു എല്ലാം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്ത് സെല്ല് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം. ഇറ്റ് കുഡ് ബി കുർത്ത സെറ്റ്സ്, ഇറ്റ് കുഡ് ബി പാർട്ടി വെയർ ഔട്ട്ഫിറ്റ്സ്, സാരീസ് ആവാം, ജ്വല്ലറി ആവാം, ക്രാഫ്റ്റ് ഐറ്റംസ് ആവാം, എന്തും ആവാം. സോ പ്രോഡക്റ്റ് ഏത് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. പിന്നെ നമുക്ക് മെൻ്റലി ഒരു ഐഡിയ വേണം നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാവണം എന്നുള്ളത്. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെയിലി വെയർ കുർത്ത സെറ്റ്സ് അന്വേഷിക്കുന്ന ആൾക്കാരാണോ, അതോ കുറച്ചും കൂടെ ലക്സുറി കാറ്റഗറിയിലേക്ക് പോകണോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. എനിക്ക് ഡെയിലി വെയർ ഐറ്റം മതി എന്നുള്ളത് ഐ വാസ് വെരി ക്ലിയർ, ഐ വാസ് വെരി പെർട്ടിക്കുലർ. പിന്നെ ഡിസൈഡ് ചെയ്യേണ്ടത് ക്ലോതിങ് ആയ സ്ഥിതിക്ക് ഇനി അടുത്തത് എന്ത് മെറ്റീരിയൽ വേണം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അതും ഞാൻ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലൈമറ്റിന് പറ്റുന്നത് കോട്ടൺ, റയോൺ അങ്ങനത്തെ മെറ്റീരിയൽ ആണ്. സോ ഫാബ്രിക് വാസ് ഓൾസോ ഡിസൈഡഡ്. അത് വെച്ചിട്ട് വേണം നമ്മൾ സെല്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലാതെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഹോൾസെയിൽ ഡീലേഴ്സിനെ നോക്കുകയാണെങ്കിൽ എറണാകുളത്തുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, തിരുപ്പൂരൊക്കെ ഉണ്ടാവും, പിന്നെ ബാംഗ്ലൂരുണ്ട്, മുംബൈ, സൂറത്ത്, ഡൽഹി, ജയ്പൂർ, കൊൽക്കത്ത, അങ്ങനെ വേണ്ട പല സ്ഥലങ്ങളിലും നമുക്ക് നല്ല നല്ല ഹോൾസെയിൽ സെല്ലേഴ്സിനെ കിട്ടും. പക്ഷേ അതാ ഞാൻ പറയാം, നിങ്ങൾ ഇറങ്ങാത്തടത്തോളം നമുക്കൊരിക്കലും ഇന്ന സെല്ലറാണ് ഏറ്റവും അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ബഡ്ജറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ക്വാണ്ടിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് വേറെ വേറെയാണ്. നമ്മളത് ഇറങ്ങാത്തടത്തോളം നമുക്ക് മനസ്സിലാവില്ല. എനിക്ക് ചിലപ്പോൾ മോശം എന്ന് തോന്നുന്ന ഒരു ഫാബ്രിക് നിങ്ങൾക്ക് അടിപൊളിയായിട്ടായിരിക്കും തോന്നുന്നത്. ദർ ആർ ചാൻസസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയെന്ന് തോന്നുന്നൊരു ഫോർ എക്സാമ്പിൾ തോന്നുന്ന ഒരു സാധനം എനിക്ക് അടിപൊളിയെന്ന് തോന്നുന്ന സാധനം നിങ്ങൾക്ക് ചിലപ്പോൾ മോശമായിട്ട് തോന്നാം. സോ ദാറ്റ് ഈസ് നോർമൽ, ക്വൈറ്റ് നോർമൽ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുക സെല്ലേഴ്സിനെ യു ടേക്ക് എ ബുക്ക് എ ടിക്കറ്റ്, സൂറത്തോ ഡൽഹിയോ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കുക ആൻഡ് അങ്ങ് ഇറങ്ങുക, ഓരോ ദിവസവും ഇറങ്ങുക. ബിക്കോസ് ദാറ്റ്സ് വാട്ട് മൈ പപ്പ ഡിഡ്. കാരണം നമ്മൾ മെയിൽ ട്രാവൽ ചെയ്യാൻ ഇരുന്നപ്പോഴാണ് എനിക്ക് ലെഗ് ഇഞ്ചുറി ആവുന്നതും എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. സോ മൈ ഹസ്ബൻഡ് ഹാഡ് ടു ബി വിത്ത് മീ. പപ്പയാണ് ഒറ്റയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 1 month നീളുന്ന ഓൾ ഇന്ത്യ ട്രിപ്പായിരുന്നു സെല്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി ട്രാവൽഡ് അക്രോസ് നോർത്ത് ഇന്ത്യ. നമ്മൾ സൗത്ത് നോക്കിയില്ല, അക്രോസ് നോർത്ത് ഇന്ത്യ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പലയിടത്തുനിന്നും നമ്മളൊരു 8-10 സെല്ലേഴ്സിനെ പല സ്ഥലത്തുനിന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്തു.
അതായത് സാമ്പിളിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കണ്ണും പൂട്ടി ഇന്ന സെല്ലർ അടിപൊളിയാണ്, അപ്പോൾ ഇയാളുടെ ഇന്നൊരു 100 പീസ് എടുക്കാം എന്ന് വിചാരിക്കരുത്. ടെസ്റ്റ് റൺ ചെയ്ത് നോക്കി. ദിസ് ഇസ് വാട്ട് വി ഡിഡ്. നമ്മൾ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നൊരു മിനിമം ക്വാണ്ടിറ്റി. പിന്നെ അടുത്ത ഹെഡേക്ക് എന്താണെന്ന് വെച്ചിട്ട്, നോട്ട് ഹെഡേക്ക് ആക്ച്വലി, ഹോൾസെയിൽ സെല്ലേഴ്സാണ്. അവരൊരിക്കലും നമുക്ക് 1-2 പീസായിട്ട് തരില്ല. അവർ ഹോൾസെയിൽ റേറ്റിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ചിലയിടത്ത് 100 പീസ് എടുക്കണം എന്നില്ല, ചിലയിടത്ത് 20 പീസായിരിക്കും. സോ അങ്ങനെ അവരുടെ മിനിമം ക്വാണ്ടിറ്റി, പിന്നെ പപ്പ കുറേ സംസാരിച്ച് ഒരു മിനിമം ക്വാണ്ടിറ്റി ഒരു 8-10 സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തു. ആൻഡ് ദാറ്റ് റിക്വയർഡ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി. ഓക്കെ, പിന്നെ കാരണം നമുക്ക് ഉറപ്പില്ല ആരാ നല്ലതെന്നുള്ളത്. അപ്പോൾ ഈ ടെസ്റ്റ് റൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സാമ്പിൾസ് കളക്ട് ചെയ്ത് പപ്പ തിരിച്ച് നാട്ടിൽ വന്നു. നമ്മളിത് എന്നിട്ട് പല ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അക്രോസ് ഇന്ത്യ. അതായത് പല ഏജ് ഗ്രൂപ്പിലുള്ളവർ, പല പ്രൊഫഷനിലുള്ളവർ, പല രീതികളുള്ളവരിലേക്ക് നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടല്ലോ, എല്ലാവർക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരു 6 മാസക്കാലം യൂസ് ചെയ്ത് നോക്കിയിട്ട് അവരുടെ റെസ്പോൺസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് വാഷ് കഴിയുമ്പോൾ എങ്ങനെയുണ്ട്, ചുരുങ്ങുന്നുണ്ടോ, കളർ പോകുന്നുണ്ടോ, ഷ്രിങ്ക് അങ്ങനത്തെ ഡീറ്റെയിലിംഗ്, പിന്നെ അയൺ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, ഇൻ ജനറൽ ഇട്ടിട്ട് സുഖമുണ്ടോ എന്നൊക്കെ ഉള്ളത് ടെസ്റ്റ് റൺ ചെയ്യാൻ ഒരു 6 months എടുത്തു. പിന്നെ അവരുടെ ഫീഡ്ബാക്കും കൂടെ കിട്ടിയിട്ടാണ് നമ്മൾ ഫൈനലി 2 സെല്ലേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. സോ റൈറ്റ് നൗ വി ആർ സോഴ്സിങ് ഫ്രം മുംബൈ ആൻഡ് ജയ്പൂർ. കോട്ടൺ നമ്മൾ ജയ്പൂരിൽ നിന്ന് തന്നെയാണ്. റയോൺ, ഡെനിം ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മൾ സോഴ്സ് ചെയ്യുന്നത് മുംബൈയിൽ നിന്നാണ്. സോ ഇത്രയും ഒരു പ്രോസസ്സിന് ശേഷമാണ് സെല്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. മറ്റ് ചിലർ ഓൺലൈൻ തന്നെ മീൻസ് സെല്ലറിനെ നോക്കിയിട്ട് ഡയറക്റ്റായിട്ട് സോഴ്സ് ചെയ്യാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം സെറ്റാവും എന്നുള്ളത് ഐ എം ഡൗട്ട്ഫുൾ. ഓക്കെ, സോ ദിസ് വാസ് ഒരു ബേസിക് ഐഡിയ ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലെങ്ത് എത്രയാവും എന്നുള്ളത് എനിക്കിപ്പം പറയാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ സമയം 1:40 ആവാറായി. ഉച്ചയ്ക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ തുടങ്ങിയതാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബ്രേക്ക് വരും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ഇട്ടോളൂ. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു ആൻസർ ആൻഡ് മേ ബി പ്ലാൻ എ വീഡിയോ, അനദർ വീഡിയോ സൂൺ ഇഫ് യു വാണ്ട്. അപ്പം പിന്നെ ഞാൻ മുന്നേ ഇട്ട Q&A, നിങ്ങൾ കുറച്ച് മാസങ്ങൾ മുമ്പേ ഞാൻ ഇട്ട Q&A നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ.